ഹലോ, എല്ലാവർക്കും ഡീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെണ്ടക്ക കൊണ്ട് ചോറിനൊരു സൈഡ് ഡിഷാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പില, 2 വറ്റൽമുളക്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത്, 2 പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ വെണ്ടക്ക ഇതേപോലെ ചെറിയ പീസാക്കി എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം. ഇതൊരു 10 മിനിറ്റിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വെണ്ടക്ക ഈ സൈസിലാണ് മുറിച്ചെടുക്കേണ്ടത്. ഇത് മൂടി വെച്ച് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് നന്നായിട്ട് വഴന്നു വരട്ടെ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് 1 കപ്പ് മോരാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ കടലപ്പൊടിയാണ്. ഇതും കൂടി എടുക്കണം. അപ്പോൾ കുറച്ച് മോര് ഇതിലേക്കൊഴിച്ച് നമുക്കിത് കലക്കിയെടുക്കണം. ഞാനിത് ചെയ്തെടുക്കുന്നുണ്ട്. വെണ്ടക്കയെല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മോരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ച കടലമാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കടലപ്പൊടി കലക്കിയെടുത്തതാണിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് ശേഷം ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് നല്ലതുപോലെ ചൂടാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കെല്ലാം നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.